ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭ്രാന്താചലം എന്ന ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്താണ്. നാരായണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചരിത്ര സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലം പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറയ്ക്കടുത്ത് കൈപ്പുറം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഒരൊറ്റപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാറക്കുന്ന് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കുന്നിന് മുകളിലെ ക്ഷേത്രത്തിലേക്ക് പാറയിൽ കൊത്തിയിരിക്കുന്ന ചെറിയ പടികൾ കയറി വേണം പോകാൻ. പടികൾ കയറി മുകളിലെത്തിയാൽ ഉറവ വറ്റാത്ത ചെറുതും വലുതുമായി നിരവധി ജലാശയങ്ങൾ നമുക്ക് കാണാം. എന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന പ്രത്യേകതകളിൽ ഒന്നു മാത്രമാണിവ. നാരായണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച ദുർഗാദേവിയും കൂടെ ഒരു ശിവപ്രതിഷ്ഠയും ആണ് ഇവിടെ കുടികൊള്ളുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാഞ്ഞിരമരവും മരത്തിനുള്ളിൽ മരത്തിന്റെ വളർച്ചയ്ക്കൊപ്പം അകപ്പെട്ടുപോയ നാരായണത്ത് ഭ്രാന്തനെ ജനങ്ങൾ ബന്ധിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഇരുമ്പ് ചങ്ങലയും കൗതുകമുണർത്തുന്ന മറ്റൊരു കാഴ്ചയാണ്. നേരം ഇരുട്ടിയതോടെ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി കൽപ്പടവുകൾ ഇറങ്ങി കുന്നിന്റെ താഴെ എത്തി. പണ്ട് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള നാരായണത്ത് ഭ്രാന്തനും ഭൂതഗണങ്ങളും ചേർന്ന് കൈകൾ കൊണ്ട് തുറന്നുണ്ടാക്കിയ ഗുഹ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നീട് ഭ്രാന്താചലത്തിന് തൊട്ടടുത്തുള്ള പപ്പയുടെ ചെറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴും മനസ്സു നിറയെ ഇന്നത്തെ ഈ മനോഹരവും അത്ഭുതം നിറയ്ക്കുന്നതുമായ ഭ്രാന്താചലത്തിൻ്റെ കാഴ്ചകൾ തന്നെയായിരുന്നു.